ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും 3 കിഡ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫിഷ് കറി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ആദ്യം തന്നെ കുറച്ച് ചെറുള്ളിയും പച്ചമുളകും ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കുടപ്പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി ചിരകി നല്ലവണ്ണം പാല് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ മൺചട്ടി അടുപ്പത്ത് വെച്ച് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ട് നല്ലവണ്ണം വഴറ്റുക. ഞാനിവിടെ ആവോലി മീനാണ് എടുത്തിരിക്കുന്നത്. ആവോലി എന്ന് പറയുമ്പോൾ വെള്ളാവലിയും കറുത്താവലിയും ഉണ്ട്. ഇവിടെ കറുത്താവലിയാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ അതിനെ മാച്ചാൻ എന്നും പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഉള്ളിയും പച്ചമുളകും നന്നായി വഴഞ്ഞു വരണം. അപ്പം നമ്മൾ തീ കുറച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. എന്നിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഞാൻ അപ്പുറത്തെ അടുപ്പിൽ മീൻ വറുക്കാനിട്ടു. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി നന്നായി വേണ്ട പരുവത്തിൽ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു തക്കാളി നല്ലവണ്ണം കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുക്കുക. എന്നിട്ട് മൂത്ത് വന്ന നമ്മുടെ ഉള്ളിയിലേക്ക് ഈ തക്കാളി ചേർത്ത് നന്നായി ഇളക്കുക. തക്കാളി ഇട്ടതിന് ശേഷം നന്നായി തക്കാളി വാടുന്നത് വരെ വീണ്ടും വഴറ്റുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഉള്ളി തക്കാളി പച്ചമുളകൊക്കെ വാടുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കുക. ഇപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഇപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എരിവ് കുറവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ എടുക്കണം. അപ്പോൾ ഇവിടെ എരിവ് കൂടുതലുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 1.5 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി എടുക്കുക. എന്നിട്ട് നമ്മുടെ തക്കാളിയിലേക്ക് ഉള്ളിലേക്കൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. ഞാനിവിടെ മീൻ കറിയിൽ ഒട്ടും തന്നെ മല്ലിപ്പൊടി ചേർക്കാറില്ല. മല്ലിപ്പൊടി ചേർക്കണം എന്നുള്ളവർക്ക് മല്ലിപ്പൊടി ചേർക്കാവുന്നതാണ്. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നന്നായി മൂത്ത് പച്ചമണമൊക്കെ പോയതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച കുടപ്പുളി ഉണ്ടല്ലോ, അത് കഴുകിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായി വഴറ്റുക. അതധികം വഴറ്റിയെടുക്കേണ്ട, കുറച്ചൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഫുള്ളും ആദ്യം തന്നെ ഒഴിക്കേണ്ട, ഒരു പകുതി മുക്കാലോളം ഒഴിക്കുക. എന്നിട്ട് ഒരു കുറച്ച് തേങ്ങാപ്പാൽ അവിടെ മാറ്റി വെക്കുക. നല്ല കട്ടി തേങ്ങാപ്പാലാണ്, അതുകൊണ്ട് തന്നെ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഈ കറി ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് മീനിടാം. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയ മീനെടുത്ത് നമുക്ക് ചട്ടിയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. മീനിട്ടതിന് ശേഷം നമുക്ക് അത് ഒന്ന് കയ്യിൽ കൊണ്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് കൊടുക്കണം. യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. കറി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. മൺചട്ടി ആയതുകൊണ്ട് തന്നെ വേഗം വറ്റിപ്പോവാനായിട്ട് സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് കുറച്ച് ചാറ് കൂടുതലായിട്ട് തന്നെ വേണം നമ്മൾ കറി ഓഫ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മൺചട്ടിയിലിരുന്ന് ആ ചൂടുകൊണ്ട് കറി വറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി തിളച്ച് കറി ഒരുവിധം വറ്റിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി വെച്ച തേങ്ങാപ്പാലുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം മീൻ പൊടിയാതെ വേണം നമ്മൾ കയ്യിലുകൊണ്ട് ഒന്ന് പതുക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിന് ശേഷം
കറി തിളച്ച് വരുമ്പോൾ നമുക്ക് കറിവേപ്പില കൂടി ചേർക്കാം. കറിവേപ്പിലയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് കറി ഒരു ഒറ്റ തിളച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ മീനൊക്കെ ആകെ വെന്ത് പൊടിഞ്ഞു പോകും. അങ്ങനെ കല ഒന്ന് ചുറ്റിച്ചിട്ട് എല്ലാവരും ഒന്ന് യോജിപ്പിച്ച് എടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ വറ്റി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ആവോലിക്കറി ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.